ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിന്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു IT പാർക്കായ നമ്മുടെ കോഴിക്കോടുള്ള ഗവൺമെന്റ് സൈബർ പാർക്കിൽ ഒരുപാട് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഫ്രഷേഴ്സിനുള്ള വേക്കൻസിയും വന്നിട്ടുണ്ട്, അതുകൂടാതെ എക്സ്പീരിയൻസ്ഡ് കാൻഡിഡേറ്റ്സിനും അതുപോലെ ഡെവലപ്പേഴ്സിനും ഒക്കെ ഒരുപാട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. 2 കമ്പനികളിലായിട്ടാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത്. സോ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതുകൂടാതെ പ്രമുഖ മാധ്യമ ചാനലായ നമ്മുടെ മാതൃഭൂമിയിലും അതേപോലെ ഏഷ്യനെറ്റ് ന്യൂസിലും ഒക്കെ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ഏതൊക്കെ തസ്തികയിലാണ്, ഏതൊക്കെ പോസ്റ്റുകളിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്, അതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അവർ ചോദിക്കുന്ന യോഗ്യത, അതുപോലെ എക്സ്പീരിയൻസ് എന്താണ് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. അതിനു മുന്നേ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി നിങ്ങൾ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഇതുപോലുള്ള ലേറ്റസ്റ്റ് വേക്കൻസീസിനും റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻസിനെയും കുറിച്ച് പെട്ടെന്ന് അറിയാൻ ദയവായി നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെന്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. ഏറ്റവും ആദ്യം തന്നെ നമ്മൾ നോക്കാൻ പോകുന്ന വേക്കൻസി നമ്മുടെ കോഴിക്കോടുള്ള ഗവൺമെന്റ് സൈബർ പാർക്കിലുള്ള ഗെറ്റ് ലീഡ് എന്ന് പറയുന്ന കമ്പനിയിൽ റിപ്പോർട്ട് ചെയ്ത വേക്കൻസിയാണ്. ഇത് ഫ്രഷേഴ്സിനുള്ള ഒരു അവസരമാണ്. ടെലികോളർ എന്ന ഒരു പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുണ്ട്. മലയാളവും ഇംഗ്ലീഷും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണമെന്ന് അവർ പറയുന്നുണ്ട്. ഫ്രഷേഴ്സ് അതേപോലെ അപ് ടു ഒരു 6 months വരെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഗെറ്റ് ലീഡ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നമ്മുടെ ഗവൺമെന്റ് സൈബർ പാർക്കിലാണ് ഈ കമ്പനി ഉള്ളത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ, അതായത് നിങ്ങളുടെ കറക്റ്റ് ഫോൺ നമ്പർ, കറക്റ്റ് ഇമെയിൽ ID, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്താണോ, ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കാട്ടുന്ന കറക്റ്റ് അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെസ്യൂമെ hr@getlead.co.uk എന്നവരുടെ ഒഫീഷ്യൽ ഇമെയിൽ IDയിലേക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സബ്ജക്ട് ടാഗിൽ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ജോലിയല്ല, ഫോർ എക്സാമ്പിൾ ഏതൊരു ജോലിക്ക് ഏതൊരു കമ്പനിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിലും റെസ്യൂമെ അയച്ചു കൊടുക്കുമ്പോൾ, ഇമെയിൽ ആയിട്ട് അയച്ചു കൊടുക്കുമ്പോൾ സബ്ജക്ട് ടാഗിൽ നിങ്ങൾ ആ ഒരു അപ്ലൈ ചെയ്യുന്ന പൊസിഷന്റെ പേര് കൂടി മെൻഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ഒരു കേസിലാണെങ്കിൽ ടെലികോളർ എന്നാണ് പൊസിഷന്റെ പേര് വരുന്നത്. അടുത്ത വേക്കൻസി നമ്മുടെ കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്കിലുള്ള വ്യൂസ് എന്ന് പറയുന്ന കമ്പനിയിലാണ് വേക്കൻസീസ് വന്നിട്ടുള്ളത്. വിവിധ പൊസിഷനിലായിട്ട് വേക്കൻസീസ് വന്നിട്ടുണ്ട്. നമുക്ക് വേക്കൻസി വൈസ് നോക്കുകയാണെങ്കിൽ ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. 1+ years ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഈവൻ നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 0 to 1 year ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. അടുത്ത ഡെവലപ്പേഴ്സിന്റെ പോസ്റ്റായ പൈത്തൺ ജാങ്കോ ഡെവലപ്പർ 2 to 3 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓഡോ ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 5+ അല്ലെങ്കിൽ 2+ years ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. റിയാക്ട് നേറ്റീവ് ഡെവലപ്പറിന്റെ വേക്കൻസി ഉണ്ട്. 1+ years ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സീനിയർ പൊസിഷൻ ആണെങ്കിൽ 3+ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ ഫ്രണ്ട് എൻഡ് ഡെവലപ്പറിന്റെ വേക്കൻസി വന്നിട്ട് അതിന് 3+ years ഓഫ് എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കേണ്ട അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത് jobs@veuz.in എന്നാണ്. ഇനി അടുത്ത വേക്കൻസിയിലേക്ക് നമുക്ക് കടക്കാം. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് മാതൃഭൂമിയിലാണ്. മാതൃഭൂമിയിൽ ആഡ് സെയിൽസ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. അതായത് അവരുടെ പരസ്യങ്ങൾ സെയിൽസ് ചെയ്യുക, അതാണ് മെയിൻ ആയിട്ട് നിങ്ങളുടെ ജോലി വരുന്നത്. അതിന് അവർ ചോദിക്കുന്ന യോഗ്യത ഗ്രാജുവേറ്റ്സ് ആയിരിക്കണം. MBA ഉണ്ടെങ്കിൽ അത് പ്രിഫറബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. MBA ഇന്ന സ്പെഷ്യലൈസേഷൻ എന്നൊന്നും പറയുന്നില്ല, മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഗ്രാജുവേറ്റ്സ് പ്രിഫറബിളി വിത്ത് MBA ആണ് അവർ ചോദിക്കുന്ന യോഗ്യത. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അത് ഡിജിറ്റൽ മീഡിയ ആഡ് സെയിൽസിലാണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. 1 to 3 years ഒക്കെ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് കൊച്ചിയിലാണ്. സോ ഇൻട്രസ്റ്റഡ് കാൻഡിഡേറ്റ്സ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ CV അല്ലെങ്കിൽ റെസ്യൂമെ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കേണ്ട അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത് ഇതാണ്, recruiter@mpp.co.in എന്നാണ്. അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങളുടെ CV അയച്ചു കൊടുത്തും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതാണ് അവരുടെ വാട്സാപ്പ് നമ്പർ വരുന്നത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് അവർ ഒരു ഡെഡ് ലൈൻ പറഞ്ഞിട്ടുണ്ട്. 15th May 2024 ഡെഡ് ലൈൻ വരുന്നത്. സോ താല്പര്യമുണ്ടെങ്കിൽ, അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും ലാസ്റ്റിലേക്ക് വെക്കരുത്. മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് ആപ്ലിക്കേഷൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്ത വേക്കൻസി വന്നിട്ടുള്ളത് നമ്മുടെ ഏഷ്യനെറ്റ് ന്യൂസിലാണ്. ഏഷ്യനെറ്റ് ന്യൂസിൽ ഇപ്പോൾ ഗ്രാഫിക് ആർട്ടിസ്റ്റിന്റെ വേക്കൻസി വന്നിട്ടുണ്ട്. ഗ്രാഫിക് ഡിസൈനർ ആ ഒരു പോസ്റ്റിലേക്കുള്ള വേക്കൻസി വന്നിട്ടുണ്ട്. ഇതിന് അവര് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിക്കുന്നത് ഡിഗ്രിയാണ്. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഏജ് ലിമിറ്റ് ബിലോ 32 years ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 3 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത്.
സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. അത് നിങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് ബയോഡാറ്റ അടക്കമുള്ള ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കേണ്ട അവരുടെ ഒഫീഷ്യൽ ഇമെയിൽ ID വരുന്നത് careers@asianetnews.in എന്നാണ്. സബ്ജക്ട് ടാഗിൽ പ്രത്യേകം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഗ്രാഫിക് ആർട്ടിസ്റ്റ് എന്നുകൂടി നിങ്ങൾ മെൻഷൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സോ നല്ലൊരു അവസരമാണ്. പ്രമുഖ കമ്പനികളിലാണ് ഇത്രയും വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഫ്രഷേഴ്സിനും ഉള്ള വേക്കൻസി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാക്സിമം പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. സോ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക്